OIC സമ്മേളനത്തിൽ ഇന്ത്യക്ക് ലഭിച്ച പരിഗണന ഗൾഫുമായുള്ള രാജ്യത്തിന്റെ അടുത്ത ബന്ധത്തിന്റെ തെളിവാണെന്ന് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ അബുദാബിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി അറേബ്യയും UAEയും തമ്മിൽ ഇന്ത്യ രൂപപ്പെടുത്തിയ ഏറ്റവും മികച്ച ബന്ധം OICയിലേക്ക് പരിഗണിക്കപ്പെടാൻ നമുക്ക് ഏറെ സഹായകമായെന്ന് വിദേശകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരായ TS ത്രിമൂർത്തി, രവീഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. External Affairs Minister Srimati Sushma Swaraj delivered her address as the guest of honor in today's plenary earlier this morning and opened a new chapter in our engagement with OIC. ഇന്ത്യയുടെ മികച്ച നയതന്ത്ര നേട്ടം കൂടിയാണിതെന്നും ഇരുവരും പറഞ്ഞു. UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരിയും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു. കശ്മീർ വിഷയത്തിൽ OIC ഇന്ത്യ വിരുദ്ധ നിലപാട് മയപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് TS ത്രിമൂർത്തിയുടെ പ്രതികരണം ഇതായിരുന്നു. See, we have opened a new chapter in our relations with OIC. At this point of time, I don't want to speculate on what sort of resolution which will come out after today or tomorrow. But our position has been made very clear over the years. Jammu and Kashmir is an integral part of India, and we will not let anyone interfere in our internal affairs. And that position stands. OIC സമ്മേളന ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സുഷമ സ്വരാജ് അനൗപചാരിക ചർച്ച നടത്തിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1 അബുദാബി. കൂടുതൽ വിശദാംശങ്ങളുമായി MC നാസർ അബുദാബിയിൽ നിന്നും ചേരുന്നുണ്ട്. MC നാസർ, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ വിദേശകാര്യ സമ്മേളനം, ആ സമ്മേളനത്തിൽ അതിഥി രാജ്യമായി ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അവിടെ സംസാരിച്ചിരിക്കുന്നു. സമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലും പാകിസ്ഥാൻ ഈ സമ്മേളനം ബഹിഷ്കരിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിലും ഏത് തരത്തിലാണ് സമ്മേളനത്തെ ഇന്ത്യ അഭിസംബോധന ചെയ്തത്? ഷബീർ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സമാപിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു പിന്തുണ തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് ഇന്ന് ലഭിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട 5 പതിറ്റാണ്ടുകളായി 50 വർഷമായി OIC രൂപീകരിച്ചത് മുതൽ ഇന്ത്യയുടെ ഒരു ആവശ്യമാണ് തങ്ങൾക്ക് കൂടി ഇതിൽ പങ്കാളിത്തം ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇന്തോനേഷ്യയെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് അതിന് ന്യായമായ തന്നെ അവകാശമുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചെങ്കിലും വേണ്ട അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാട് OICയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UAEയുടെ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി കൂടിയായിട്ടുള്ള ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ 5 പതിറ്റാണ്ട് പിന്നിട്ട ഘട്ടത്തിൽ നാം ഒരു പുതിയ പരിപ്രേക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ എന്നതിലപ്പുറം തന്നെ മറ്റ് താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഇന്ത്യയെയും അതോടൊപ്പം തന്നെ കൊസോവോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ OIC തയ്യാറായിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പറയുകയുണ്ടായി. ഏതായാലും സുഷമ സ്വരാജ് വളരെ കൃത്യമായി തന്നെ ഇന്ത്യയുടെ നിലപാടുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പാകിസ്ഥാനെ പേരെടുത്ത് പറയാതെയാണ് വിമർശിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം OICയുടെ താല്പര്യം, മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ, കൂട്ടായ്മയുടെ താല്പര്യങ്ങളൊക്കെ മുൻനിർത്തിയാവാം പാകിസ്ഥാൻ എന്നൊരു പദം പോലും ഉപയോഗിക്കാതെയാണ് തീവ്രവാദത്തിനെതിരെ, അതിന്റെ ചെറുതും വലുതുമായ എല്ലാ രൂപങ്ങൾക്കെതിരെയും കൂട്ടായ ഒരു നീക്കം നടത്തേണ്ടതുണ്ട് എന്ന് കൃത്യമായി തന്നെ ഒരു സന്ദേശം നൽകുകയുണ്ടായി. ഏതാണ്ട് കരഘോഷത്തോടു കൂടി തന്നെയാണ് OICയിലെ വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മേൽക്കൈയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം സൗദി, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ രൂപപ്പെടുത്തിയിരിക്കുന്ന പിന്നിട്ട 5-10 വർഷങ്ങൾക്കുള്ളിൽ നാം രൂപപ്പെടുത്തിയിരിക്കുന്ന ആത്മബന്ധമാണ്. ഈ ബന്ധമാണ് നമുക്ക് OICയിലേക്ക് വളരെ എളുപ്പത്തിൽ ഒരു പരിഗണന, ഒരു അതിഥി രാജ്യം എന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും തുടർ നടപടികളിലും ആ അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് ഇന്ത്യക്ക് കൈവരികയാണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും. നേരത്തെ ഷബീർ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയെ ഈ സമ്മേളനത്തിലേക്ക് അതിഥിയായി ക്ഷണിച്ചതിലുള്ള നീരസം മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹമ്മൂദ് ഖുറൈഷി വിട്ടുനിൽക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് OICക്ക് ഒരു പൊതു രൂപം നൽകാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇന്ന് സമ്മേളനം എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ OIC എന്ത് നിലപാടായിരിക്കും ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നാളെ വൈകിട്ടാണ് സമ്മേളനം സമാപിക്കുന്നത്. അതോടുകൂടി ചില പ്രമേയങ്ങൾ പാസ്സാവും. ആ
പ്രമേയങ്ങൾ ഇന്ത്യൻ താല്പര്യങ്ങളെ ഹനിക്കുകയില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും. ഷബീർ, ഒപ്പം തന്നെ നാസർ, ഇന്ന് പ്രത്യേകമായി ഇന്ത്യയിലെ വിദേശകാര്യ ഉദ്യോഗസ്ഥർ ഒരു വാർത്താ സമ്മേളനം അവിടെ വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്? പ്രത്യേകിച്ച് ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ വലിയ പരിഗണന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും. ഷബീർ, തീർച്ചയായിട്ടും, കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. പക്ഷേ അത്തരം വാർത്താ സമ്മേളനങ്ങളും പാകിസ്ഥാനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളുടെയോ പരാമർശങ്ങൾ പൂർണ്ണമായി തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലും സ്വീകരിച്ചത്. കാരണം അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു സാധ്യത വെച്ചുകൊണ്ട് OICയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇന്ത്യക്ക് അങ്ങനെ ഒരു നിർദ്ദേശം പോയിട്ടുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടോ മറ്റോ തൽക്കാലം ഈ കാര്യത്തിൽ എടുക്കരുത്. കാരണം പാകിസ്ഥാനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് OIC കാണുന്നത്. ഏഷ്യൻ മേഖലയിൽ ഈ രണ്ട് രാജ്യങ്ങളും കൈകോർത്ത് നിൽക്കേണ്ടതുണ്ട്. സൈനികമായിട്ടുള്ള ഏതെങ്കിലും നടപടികളിലേക്കോ കുറച്ച് നിഷേധാത്മകപരമായിട്ടുള്ള നടപടികളിലേക്കോ നീങ്ങുന്നത് മേഖലയുടെ താല്പര്യങ്ങൾക്ക് മാത്രമല്ല ഗൾഫിന്റെ താല്പര്യങ്ങളെ കൂടി പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന അർത്ഥത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലും സുഷമയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അതിഥി രാഷ്ട്രം എന്ന നിലയ്ക്കുള്ള OIC വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിലുള്ള അവരുടെ പ്രസംഗത്തിലും വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തെ പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വിദേശ രാജ്യത്ത് വന്ന് സംസാരിക്കേണ്ടതില്ല എന്നൊരു തീർപ്പത്തിൽ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയവും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് പത്രസമ്മേളനത്തിലൊക്കെ തന്നെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് OICയുടെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് ഇപ്പം വലിയ തോതിലുള്ള ഒരു മേൽക്കൈ ലഭിച്ചിരിക്കുന്നു. അതിനെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തിക നിക്ഷേപ രംഗങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയമായിട്ടും പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൂടി വികസിപ്പിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയും പ്ലാനുമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതുമായി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകും. ഗൾഫ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാകും എന്നൊരു ശുഭാപ്തിയോടുകൂടിയാണ് ഇന്ന് OIC സമ്മേളനവും അവസാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുഷമ സ്വരാജ് ഈ പര്യടനം ഈ സന്ദർശനം പൂർത്തീകരിച്ച് അവർ രാത്രിയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഷബീർ, ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം അബുദാബിയിൽ ആരംഭിച്ചിരിക്കുന്നു. അതിഥി രാജ്യ പ്രതിനിധിയായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഒരുക്കമാണെന്ന് പലസ്തീൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ റിയാദ് അൽ മാലിക്കി അബുദാബിയിൽ OIC സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ഫലസ്തീൻ ജനതയുടെ പോരാട്ടത്തിൽ ഏറ്റവും മികച്ച പിന്തുണ നൽകുന്ന ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ഡോക്ടർ റിയാദ് അൽ മാലിക്കി പറഞ്ഞു. ഫലസ്തീൻ താൽപര്യങ്ങൾക്ക് കൂടി ഇത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. We cannot, just, sit idle and watch the situation deteriorated. We want really to see how we can really help in order really to solve this, crises. The sooner the better. If we are allowed, to do our utmost, to help, we are ready to do that. ഇസ്രായേലിന്റെ നിഷ്ഠുര നടപടികൾ തുടരുമ്പോൾ OIC ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളുടെ ഭാഗത്തു നിന്ന് കുറെ കൂടി മികച്ച പിന്തുണ ലഭിക്കേണ്ടതുണ്ടെന്നും ഫലസ്തീൻ മന്ത്രി വ്യക്തമാക്കി. Right now, this is not enough to be satisfied. What we want to see is, how to translate these statements into actions in terms of really providing the type of support to the Palestinian people, to their resilience. ഫലസ്തീൻ ജനതയുടെ അടിയന്തര ആവശ്യങ്ങൾ OIC സമ്മേളനത്തിന് മുമ്പാകെ ഉന്നയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്യാമറ പേഴ്സൺ മുയിനുദ്ദീനോടൊപ്പം MCA നാസർ, മീഡിയ 1 അബുദാബി. ഖത്തറിലെ റോഡുകളിൽ മഴ മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിന് ബൃഹത് പദ്ധതിയുമായി പൊതുമരാമത്ത് വകുപ്പ് അടുത്ത 10 വർഷത്തേക്കുള്ള പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. മഴയുണ്ടാകുമ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാതെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ഖത്തറിന്റെ പലയിടങ്ങളിലും ജനജീവിതം തടസ്സപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് പൊതുമരാമത്ത് വകുപ്പായ അഷ്ഗാൽ ബൃഹത് പദ്ധതിക്ക് രൂപം നൽകുന്നത്. രാജ്യത്തെ വിവിധ മേഖലകളാക്കി തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ മേഖലകളിലും പുതിയ പമ്പിംഗ് സ്റ്റേഷനുകളും മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളും നിർമ്മിക്കും. ഇപ്പോൾ കടലിലേക്ക് പമ്പ് ചെയ്ത് നീക്കുന്ന മഴവെള്ളവും അഴുക്കുചാൽ വെള്ളവും അവിടവിടങ്ങളിൽ തന്നെ സംസ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ഭൂഗർഭ ജല സംരക്ഷണത്തിനും പദ്ധതികളുണ്ടാകും. രാജ്യാന്തര സ്ഥാപനങ്ങൾക്കൊപ്പം പ്രാദേശിക കമ്പനികളെയും കൂടി ഉൾപ്പെടുത്തിയാകും പദ്ധതിയുടെ കരാർ നൽകുക. ക്യാച്ച്മെന്റ് സോൺ ഫ്രെയിംവർക്ക് എന്ന പേരിലുള്ള കരാറിൽ അഴുക്കുചാലുകളുടെ നിർമ്മാണം, പദ്ധതികളുടെ നടത്തിപ്പ്, 10 വർഷത്തെ അറ്റകുറ്റപ്പണി എന്നിവയാണ് ഉൾപ്പെടുത്തുക. ഈ മാസം തന്നെ ഇതിനുള്ള ടെൻഡർ ക്ഷണിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
80 കമ്പനികളുടെ പ്രതിനിധികളും നഗരസഭാ പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉന്നതരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ശക്തമായ പൊടിക്കാറ്റ്. ദമാം, അൽഖോബാർ, ജുബൈൽ തുടങ്ങിയ ഭാഗങ്ങളിലാണ് രൂക്ഷമായ പൊടിക്കാറ്റ് വീശിയത്. ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച കാറ്റ് തുടരുകയാണ്. റോഡുകളിൽ ദൂരക്കാഴ്ച കുറവായതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ ട്രാഫിക് വിഭാഗവും സിവിൽ ഡിഫൻസും മുന്നറിയിപ്പ് നൽകി. 2 ദിവസമായി പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയും വർഷിച്ചിരുന്നു. ഇന്ത്യയിൽ നടപ്പാക്കിയ പാസ്പോർട്ട് സേവാ പദ്ധതി സൗദി അറേബ്യയിലും നിലവിൽ വന്നു. പാസ്പോർട്ട് എടുക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള അപേക്ഷകൾ ഓൺലൈനിൽ സമർപ്പിച്ചാൽ മാത്രമേ ഇനി മുതൽ സേവനം ലഭിക്കൂ. അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ സേവനം സൗദി അറേബ്യയിലും ആരംഭിക്കുന്നത്. സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾ പാസ്പോർട്ട് സേവനങ്ങൾക്ക് എംബസിക്കും കോൺസുലേറ്റിനും കീഴിലുള്ള VFS സെന്ററുകളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു ഇതുവരെയുണ്ടായിരുന്ന പതിവ്. പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും നിലവിലുള്ളത് പുതുക്കുന്നതിനുമെല്ലാം ഇനി മുതൽ ഓൺലൈൻ അപേക്ഷകൾ നിർബന്ധമാണ്. ഇതിന് ആദ്യമായി പാസ്പോർട്ട് സേവയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണം. ഇതിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി യൂസർ ഐഡിയും പാസ്വേഡും നേടിയിരിക്കണം. ഇവ ഉപയോഗിച്ച് പാസ്പോർട്ട് സംബന്ധമായ മുഴുവൻ സേവനങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് ഫോട്ടോ പതിച്ച് ആവശ്യമായ രേഖകളും ഫീസും സഹിതം VFS സെന്ററുകളിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ നടപ്പാക്കി വിജയിച്ച പദ്ധതിയാണ് ഈ വർഷം മുതൽ ലോകമൊട്ടുക്കുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും നടപ്പാക്കുന്നത്. ഗൾഫ് മേഖലയിൽ സൗദി അറേബ്യയിലാണ് തുടക്കത്തിൽ പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും മറ്റ് രാജ്യങ്ങളിലും ഉടൻ നിലവിൽ വരും. പുതിയ സംവിധാനം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ റിയാദ് ഇന്ത്യൻ എംബസി, ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയുടെ വെബ്സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. ഖത്തറിലെ ഉപഭോക്തൃ വില സൂചികയിൽ നേരിയ കുറവ്. കുടിവെള്ളം, വൈദ്യുതി ഉൾപ്പെടെയുള്ളവയ്ക്ക് കുറവ് വന്നപ്പോൾ ഭക്ഷ്യസാധനങ്ങൾക്കും പാനീയങ്ങൾക്കും വില കൂടി. വികസനാസൂത്രണ കണക്കെടുപ്പ് അതോറിറ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഏറ്റവും പുതിയ വില സൂചികയുടെ വിശദാംശങ്ങളുള്ളത്. ഇതനുസരിച്ച് ഖത്തറിലെ മൊത്തം ഉപഭോക്തൃ വില സൂചികയിൽ ഈ വർഷം 3% കുറവുണ്ടായി. കുടിവെള്ളം, വൈദ്യുതി, പാചകവാതകം, ഇന്ധനം തുടങ്ങിയവയ്ക്ക് 0.8% വരെ വില കുറഞ്ഞു. അതേസമയം ഭക്ഷ്യസാധനങ്ങൾക്കും പാനീയങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. 0.6% വരെയാണ് ഇത്തരം വസ്തുക്കൾക്ക് വില കൂടിയത്. ഹോട്ടൽ ഭക്ഷണങ്ങളിലും ഈ വിലക്കയറ്റം പ്രകടമാണ്. ആശുപത്രി ചെലവുകളിലും വില വർധനയുണ്ട്. എന്നാൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും ഇന്നലെ പുറത്തുവിട്ട ഉപഭോക്തൃ വില സൂചിക വ്യക്തമാക്കുന്നു. മീഡിയ 1 ദോഹ. കുവൈത്തിൽ സ്വദേശികളായ തൊഴിലന്വേഷകരുടെ എണ്ണം കൂടി വരുന്നതായി റിപ്പോർട്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോഴും തൊഴിലന്വേഷകരുടെ എണ്ണത്തിൽ 27% വർധനവുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കി പകരം സ്വദേശി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക, സ്വകാര്യ മേഖലയിൽ സ്വദേശി ബിരുദധാരികൾക്ക് സംവരണം ഏർപ്പെടുത്തുക, ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലേക്ക് സ്വദേശി യുവാക്കളെ ആകർഷിക്കുകയും ആവശ്യമായ പ്രോത്സാഹനവും സഹായവും നൽകുകയും ചെയ്യുക തുടങ്ങിയ പദ്ധതികളാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി അധികൃതർ ആവിഷ്കരിച്ചത്. സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം ഏറെക്കുറെ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും രാജ്യത്തെ തൊഴിൽരഹിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാനവശേഷി വകുപ്പ് പുറത്തുവിട്ട സ്ഥിതിവിവരക്കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം 6829 സ്വദേശി ചെറുപ്പക്കാരാണ് സർക്കാർ മേഖലയിൽ മാത്രം പുതുതായി നിയമിക്കപ്പെട്ടത്. മൊത്തം തൊഴിലന്വേഷകരുടെ 46% സ്വകാര്യ മേഖലയിൽ ജോലി നേടിയിട്ടുമുണ്ട്. എന്നാൽ പഠനം പൂർത്തിയാക്കി തൊഴിൽ കാത്തിരിക്കുന്ന സ്വദേശികളിൽ 16,105 പേർക്ക് ഇനിയും തൊഴിൽ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ജോലിയോ പെൻഷനോ വിദ്യാഭ്യാസാനുകൂല്യങ്ങളോ ഇല്ലാത്തവരാണ് ഇക്കൂട്ടർ. അതേസമയം സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്ന യുവാക്കളുടെ എണ്ണത്തിൽ വർധനയുള്ളതായും സ്ഥിതിവിവരക്കണക്കിൽ പറയുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ദമാം അൽഹസയിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പാലക്കാട് പട്ടാമ്പി സ്വദേശി കീഴായൂർ കൂരാൻപറമ്പിൽ അൻവറാണ് മരിച്ചത്. 15 വർഷമായി ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു.